ഹലോ ഗായ്സ്, അപ്പോൾ ലൈസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് PVC പൈപ്പ് കൊണ്ട് ഒരു അടിപൊളി ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ PVC പൈപ്പ് അതിന് നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് ഉരുക്കിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. അത് നമ്മൾ ഹീറ്റ് ഗൺ വെച്ചാൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് തേപ്പൊട്ടിയിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കിങ്ങനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടുത്താൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് അത് ചൂടാക്കി സാധാരണ PVC പൈപ്പ് ഉരുക്കി ബെൻഡൊക്കെ ചെയ്യാറില്ല, അതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ടൈമും കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ എളുപ്പത്തിൽ നമ്മുടെ ഹീറ്റ് ഗൺ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആകുമ്പോഴേ തുടക്കം തന്നെ ആ ഒരു ടഫ് പാർട്ട് മൊത്തം ക്ലിയർ ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം നമുക്ക്. ജസ്റ്റ് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വെച്ച് ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, വീഡിയോ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റിൽ സംഭവം തീർത്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു 2-3 ദിവസം പിടിച്ചിട്ടാണ് അത് നമ്മൾ പെയിൻ്റ് അടിക്കാനും അത് ഉണങ്ങിയെടുക്കാനും പിന്നെ കട്ട് ചെയ്യാനും കുറേ ടൈം കിട്ടുന്നതനുസരിച്ച് 3 ദിവസം കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാഗും കാര്യങ്ങളൊന്നും വരുത്താതെ പരമാവധി 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ എഫേർട്ട് വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ മുടിയൊക്കെ പറക്കണതൊക്കെ വരെ നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ വീശുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ പിടിക്കണത് ചെറുപ്പം മുതലുള്ളൊരു സ്റ്റൈലാണത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.